നമ്മുടെ ശുശ്രൂഷകളിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, ദൈവപ്രവൃത്തികൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓൺലൈനിലൂടെയൊക്കെ. നിങ്ങൾക്ക് എത്ര പേരത് കണ്ടിട്ടുള്ളവരുണ്ട്? സിൻസിയർലി നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി. സാക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർ. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഈ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ സൗഖ്യമായവരുടെയും വിടുതൽ പ്രാപിച്ചവരുടെയും ഒക്കെ സാക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് പറയിക്കുന്നതെന്ന്. ബൈബിൾ നമുക്ക് തരുന്ന വലിയൊരു നിർദ്ദേശം, വിശ്വാസമുണ്ടാകുന്നത് കേൾവിയാലാണ്. നല്ല വിശ്വാസം, നല്ല കേൾവി. പറഞ്ഞേ, നല്ല കേൾവി. നല്ല കേൾവി. ആ പുറകിൽ മിണ്ടാതിരിക്കുന്ന സഹോദരനോട് ഒന്ന് പറയാം, നല്ല കേൾവി. നല്ല കേൾവി. കുഞ്ഞുങ്ങളുടെ ശബ്ദം, ഇത് VBS ആണ്, പിള്ളേരുടെ ശബ്ദം കേൾക്കുന്നുള്ളൂ. നല്ല കേൾവി നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും. നല്ല കേൾവി കെട്ട കേൾവി കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. കെട്ട വിശ്വാസം ഉണ്ടാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഭൂതഗ്രസ്തനോട് പറഞ്ഞു, അവനെ സുഖപ്പെടുത്തിയിട്ട് നിന്നെ തന്നെ നിന്റെ നാട്ടിൽ പോയി വെളിപ്പെടുത്തുക. അവൻ തെക്കേപ്പുലി ദേശമൊക്കെയും നടന്ന് യേശു തനിക്ക് ചെയ്തതൊക്കെയും പറഞ്ഞു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യേശു കർത്താവ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റ് ചില ആത്മീയ അർത്ഥങ്ങളുണ്ട്. അല്ലെങ്കിൽ തൻ്റെ മരണവുമായും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായും തൻ്റെ ആ പുത്രൻ എന്നുള്ള ആ പദവിയിൽ നിന്നുകൊണ്ട് അതിപ്പോൾ പറയരുതെന്ന് പറഞ്ഞ കേസുകളുണ്ട്. എന്നാൽ പലയിടങ്ങളിലും യേശു കർത്താവ്, രക്തസ്രവക്കാരി സ്ത്രീ തന്നെ, അവൾക്ക് മറഞ്ഞിരിപ്പാൻ കഴിയുകയില്ല, ഈ പുരുഷാരത്തിൻ്റെ ഇടയിൽ സൗഖ്യം പ്രാപിച്ചിട്ട് ഇനി ഒളിച്ചിരിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ പുറത്തു വന്ന് പുരുഷാരം കേൾക്കെ അവൾക്ക് വേണ്ടി കർത്താവ് ചെയ്തത് അവൾ അറിയിച്ചു. സത്യം പറഞ്ഞാൽ അത് ആ കേൾവി അപ്പോൾ കാൽക്കൽ കിടക്കുന്ന യായിറോസിന്റെ ഫെയ്ത്തിനെ വർദ്ധിപ്പിച്ചു. യായിറോസ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ഒന്നോട് അടുത്തിരിക്കുന്ന ആളോട് പറയാം, നല്ല കേൾവി നല്ല വിശ്വാസത്തെ ഉണ്ടാക്കുന്നു. നല്ല കേൾവി നല്ല വിശ്വാസത്തെ ഉണ്ടാക്കും. ഹല്ലേലൂയ. 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 ശമരിയക്കാരി സ്ത്രീ, are you with me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പുറകിലുള്ളവർ കേൾക്കുന്നുണ്ടോ?